دائما أبدا الحمد لله ثم الحمد لله. സ്നേഹാദരവ് നിറഞ്ഞ ഈ അനുഗ്രഹീതമായ മുബാറക്കായ സദസ്സിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ രാമന്തള്ളി മുഹമ്മദ് കോയത്തങ്ങൾ അവരുകൾ, ബഹുമാന്യനായ ഷറഫുദ്ദീൻ തങ്ങൾ, സൈനുൽ ആബിദീൻ തങ്ങൾ, അതേപോലെ തന്നെ സ്റ്റേജിലും സദസ്സിലുമൊക്കെ സന്നിഹിതരായ സാദാത്യങ്ങളെ, ഉസ്താദുമാരെ, വളരെ അനുഗ്രഹീതമായ മുബാറക്കായ ഒരു സദസ്സിലാണ് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. രണ്ട് മഹാന്മാരായ ആളുകൾ, അല്ലാരിഫ് ബില്ലാൽ മജ്ദൂബ് സയ്യിദ് സ്വാലി ജമറുല്ലൈലി തങ്ങളുടെയും സയ്യിദ് ഫദൽ ജമറുല്ലൈലി തങ്ങളുടെയും ഒക്കെ ആണ്ടിനോടനുബന്ധിച്ചുകൊണ്ടാണ് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഈ അനുഗ്രഹീതമായ ആലു മക്കാമു ജമറുല്ലൈലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സാദാത്തുകളുടെ പൊരുത്തവും അവരുടെ ഷഫാഅത്തും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ വന്നിരിക്കുമ്പോൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ പേരിൽ നമ്മളൊരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ അനുഗ്രഹങ്ങളും അവരുടെ തിരുനോട്ടവും ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞതുപോലെ, അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതൂകിൽ അവരെ ദുആയും ബർക്കത്തും കണ്ടോ. അവരുടെ പിൻഗാമികളായ മഹാന്മാരായിരിക്കുന്ന ആരിഫീങ്ങൾ, ഔലിയാക്കൾ, അവരുടെ പേരിൽ നമ്മളൊരു ഫാത്തിഹ ഓതുമ്പോൾ ഇൻഷാ അല്ലാഹ് തീർത്തും ആഖിറത്തിൽ അവരുടെ സഹായം നമുക്ക് ലഭിക്കും, ആഖിറത്തിൽ അവരുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കും, യാതൊരു സംശയവുമില്ല. കാരണം നമുക്ക് കൂടുതൽ നിർബന്ധമായ അമലുകളൊന്നും ഇല്ലെങ്കിലും അവരുടെ കൂടെ കൂടിയാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളത് വളരെ സത്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു സ്വഹാബി വന്ന് മതസ്സഅതു യാ റസൂലല്ലാഹ്, എന്നാണ് ഖിയാമത്ത് നാളെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചത് മാദാ അഹ്ദത്ത ലഹാ, ഖിയാമത്ത് നാളിന് വേണ്ടി നിങ്ങൾ എന്താ ഒരുങ്ങി തയ്യാറായത്? അദ്ദേഹത്തിന്റെ മറുപടിയൊക്കെ നമ്മൾക്കറിയാം. നിർബന്ധമായ ഇബാദത്തുകളോ നിസ്കാരങ്ങളോ നോമ്പൊന്നുമില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു മറുപടിയുണ്ട്, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയായിരിക്കുന്ന ഈ സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ ആ വാക്ക് വളരെ പ്രതീക്ഷയുള്ള വാക്കാണ്. മഹാന്മാരായിരിക്കുന്ന സ്വഹാബാക്കളെ സന്തോഷിപ്പിച്ച വാക്കാണത്. കൂടുതൽ ഇബാദത്തുകളെ കൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയാത്ത ആളുകൾ ഇങ്ങനെയുള്ള അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടിയ മഹാന്മാരായിരിക്കുന്ന ആളുകളുടെ സുഹബത്തിലൂടെ, അവരുടെ അനുഗ്രഹത്തോടുകൂടെ, അവരുടെ ആശീർവാദം കിട്ടുന്നതോടുകൂടെ അല്ലാഹുവിന്റെ സമലോക സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന നമ്മുടെ മഹാന്മാരെ ഉസ്താദന്മാർ ഈ ഹദീസ് ഓതിയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു തരാറുണ്ട്. നമ്മുടെ കല്യാണത്തിന്റെ ഒക്കെ സദസ്സിൽ നമ്മൾ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കും. ക്ഷണിച്ചതായിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഭക്ഷണം വിളമ്പും. അതേ സമയത്ത് ക്ഷണിക്കാത്ത ആളുകൾക്ക് അതിനേക്കാളും വളരെ VIP രീതിയിൽ ഭക്ഷണം കൊടുക്കും. ക്ഷണിക്കാത്തതായിരിക്കുന്ന ആളുകളെ അവർക്ക് വലിയ പരിഗണന കൊടുക്കും. കാരണം പുതിയാപ്പിളന്റെ കൂടെ വരുന്ന ആളുകൾ അത് നമ്മൾ ക്ഷണിച്ചിട്ട് വന്നതല്ല, അത് പുതിയാപ്പിളയുടെ കൂടെ വന്നവരാ. പുതിയാപ്പിളയുടെ കൂടെ വരുന്നവർക്ക് നമുക്ക് സാധാരണ നൽകുന്ന ഭക്ഷണമില്ല, വൈവിധ്യങ്ങളായിരിക്കുന്ന ഭക്ഷണങ്ങളായിരിക്കും. കാരണം എന്താ? അന്നത്തെ പ്രധാന അതിഥി പുതിയാപ്പിളയാണ്. ആ പുതിയാപ്പിളയുടെ കൂടെ വരുന്നവർക്കും ആ പരിഗണനയാണ്. ഇവിടെയാണ് മഹാന്മാരായിരിക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ മഹത്തായിരിക്കുന്ന മഹ്ശറയിലേക്ക് വരുമ്പോ അവർക്ക് പ്രത്യേകമായിരിക്കുന്ന സ്ഥാനമാനങ്ങൾ ഉണ്ടാകുമ്പോ, അവർ അല്ലാഹുവിന്റെ സുവലോക സ്വർഗത്തിലോട്ട് പ്രവേശിക്കുമ്പോ അവരുടെ ഓരം പറ്റിയിട്ട് നമുക്കും ആ വിശുദ്ധമായിരിക്കുന്ന സുവലോക സ്വർഗത്തിലേക്ക് കയറിപ്പറ്റാൻ കഴിയൂ. അവരുടെ സുഹബത്തിലൂടെ, ആ സ്നേഹത്തിലൂടെ, അവരുമായുള്ള ബന്ധത്തിലൂടെ അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയൊക്കെ ഷഫാഅത്ത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുപാട് സദാത്യങ്ങളുണ്ട്. ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.